നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ വീട്ടിലെ ആര്? ഇല്ലില്ല, അവളൊന്നും നമ്മളുമായിട്ട് നല്ല ഇതല്ലല്ലോ. ഇവിടെ ഒന്നും കയറ്റത്തില്ല ഞാൻ, അനിയത്തിയൊന്നും. അവളെ ഇവിടെ അവള് ഭയങ്കര കള്ളിയാ. നമ്മളെ കൊണ്ട് ഇങ്ങനെ പല രീതിയിൽ കാശുണ്ടാക്കാനായിട്ട് നടക്കുന്നവളാ ഈ അനിയത്തി എന്ന് പറയുന്നവൾ. ഇവരും അവളും കൂടെ ഒറ്റ കയ്യാ ഈ രാജമ്മ എന്ന് പറയുന്നവള്. അവരുടെ കൂടെ ആന്നാ പറയുന്നതാ, ആർക്കറിയാം. ഇപ്പൊ അങ്ങോട്ടെങ്ങാണം വരുവോ? അക്കയുടെയൊക്കെ അവരെ വിളിക്കുവോ? അരീക്കരയിലുള്ള നിങ്ങളുടെ എന്തുവാ നാത്തൂനെ വിളിക്കുവോ? വിളിക്കത്തില്ല. എന്തിനാ ഇറക്കി വിട്ടേന്ന് കറക്റ്റായിട്ട് വല്ലതും അറിഞ്ഞോ? അവരുടെ എല്ലാം എടുത്തെന്നോ? അവളാ വന്നേ. അവളെന്തോ പറഞ്ഞേ? അവള് 10 ലക്ഷം അടിച്ചെന്ന് മാറ്റി വെച്ച് നടക്കുന്നേ. അവള് അതിനു മുന്നേ ഇവരുടെ പന്തളത്തുള്ള ലക്ഷങ്ങളല്ല. പക്ഷെ അന്നേരം പിന്നെ ഇറക്കി ആണോ? അവളോട് പറഞ്ഞെന്നാ വിചാരിച്ച അമ്മ. അല്ല അമ്മ പുള്ളിക്കാരി അമ്മാവി ഒന്നും അനങ്ങിയില്ലെന്ന് പറഞ്ഞു. പുള്ളി ഒന്ന് പറഞ്ഞു അപ്പന്നാ പറഞ്ഞ സാവിത്രി 3 മക്കളും കൂടെ അല്ലേ അവരുടെ. ചുമ്മാ അവള് എല്ലാം മുച്ചൂടോടെ എടുത്ത് വെച്ച് നടക്കുക. 10 ലക്ഷം അവള് എന്തുവാ. അമ്മയ്ക്ക് ദേഷ്യം വന്നു. അമ്മ പറഞ്ഞു എളുപ്പം പൊക്കോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ നിർത്തിയതെന്തിനാ? ഇവിടെ കൂടെ പറഞ്ഞു വിടാതെ പിന്നെ 2 ദിവസം നിർത്തിയില്ലയോ അവരെ ഇവിടെ? 2 ദിവസം അവള് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു 2 ദിവസം നിൽക്കട്ടെ, വന്നല്ലയോ 2 ദിവസം നിൽക്കട്ടെന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു പൊക്കോ അമ്മ പറഞ്ഞു ഉത്തരവിട്ടാ പോയത്. ഓട്ടോയെ കയറ്റി വിട്ടേന്ന് പറഞ്ഞു. ഓട്ടോയെ കയറ്റി അതിന് വിട്ടേന്ന് പറഞ്ഞു. അങ്ങോട്ടാ പോയെന്നല്ല പറഞ്ഞു. അവളുടെ ഓട്ടോയെ കയറ്റി വിട്ടു. ഓട്ടോയെ കയറ്റി പന്തളം കന്യകയിലോട്ടാ ഇവര് പോയത്. ഓട്ടോയെ കയറ്റി വിട്ടെന്ന് പറഞ്ഞു. അവള് ഓട്ടോയെ കയറ്റി വിട്ടെന്നാ. ചേച്ചി നാത്തൂരോട് അവരിങ്ങനെ പറഞ്ഞോണ്ട് അല്ലെ എങ്ങനായാലും നിർത്തിയെന്ന് ഇവരിങ്ങനെ പറഞ്ഞത് ഞങ്ങൾ ഇഷ്ടം. അമ്മയ്ക്ക് അത് ദേഷ്യമായി. പന്തളം ഇവരുടെ സ്വത്ത് വിറ്റല്ലോ ഈ എന്തുവാ ഇവരുടെ തന്നെ ഈ രാജമ്മയുടെ. അതെല്ലാം ഇവളാ കൊണ്ടുപോയത് കേട്ടോ, ഈ പ്രീത എന്ന് പറയുന്നവള്. എല്ലാം വിറ്റത് എല്ലാം മുച്ചോടെ കൊണ്ടുപോയിട്ട് പറയാം നിങ്ങൾ കൊണ്ടുപോയി എത്രമാത്രം കൊണ്ടുപോയി? നിങ്ങൾ ലക്ഷങ്ങൾ കൊണ്ടുപോകും. അവളാ നോക്കേണ്ടത്. അവളാ 10 ലക്ഷം. പിന്നെ 10-21 ലക്ഷത്തിനാ എല്ലാം വിറ്റേന്നാ പറയുന്നത് ഈ തുമ്പോണുള്ളത്. നമ്മുടെ പുറകിൽ ഇങ്ങനെ നടക്കുക കുറെ എണ്ണങ്ങൾ, നമ്മളെ കുറിച്ച് അനാവശ്യ കഥകൾ ഉണ്ടാക്കുക. വലിയ സൂക്കേടാ ചേച്ചി. ഒന്നും എടുത്തിട്ടില്ല. വല്ലപ്പോഴും ഞാൻ പറഞ്ഞില്ല വേറെ തുണിയോ ഓണത്തിനോ സംക്രാന്തിക്കോ അല്ല തുണി ഞങ്ങൾക്ക് കൊണ്ട് തരും. അതെല്ലാം ഞങ്ങൾക്കൊന്നും അവർ തന്നില്ല. ഒരു പൈസ പോലും തന്നിട്ടില്ല. ഞങ്ങൾ അവളുടെ എല്ലാം എടുക്കുന്നു ഇത് പറയും. എനിക്കറിയാം നിങ്ങൾക്ക് അങ്ങ് ഏതാണ്ടങ്ങ് ഒത്തിരി ഏതാണ്ടങ്ങ് തരുവോ? ഇവക്ക് കൊടുക്കുന്നതൊക്കെ മറച്ചു വെച്ചായിരുന്നു കൊടുക്കുന്നേ. അതെ. ചുമ്മാ പിന്നെ ഇങ്ങനെ അങ്ങ് പറയുക. ഇപ്പം തൃശ്ശൂർ ഇരിക്കുക ഇവര് ഓട്ടോയെ കയറി വരിക. ഇവരുടെ ഡാം ഡൂമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് പോവുക, പിന്നെ ഓട്ടോയെ കയറി പോവുക, പിന്നെ ഓട്ടോയെ കയറി വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആരാണ്ടേ കല്യാണം കഴിച്ച് ഇവിടോട്ട് വരുന്നു എന്നൊക്കെയുള്ള ഡ്രാമകൾ കാണിക്കാൻ വേണ്ടി ഇവിടെ അങ്ങ് നടപ്പായിരുന്നു. ചില സമയത്ത് പിന്നെ ഒരു ദിവസം ഞാനും എൻ്റെ അമ്മയും കൂടെ വർത്താനം പറയുന്നുണ്ട്, എന്നെ കൊല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കിടന്ന് അണ്ണാക്ക് വയ്ക്കുക. ഭയങ്കര രോഗങ്ങളാണ് ഇവർക്ക്. പിന്നെ ഞാൻ ഇവരെ ഇടിച്ചെന്ന് പറയുക. എന്തെല്ലാമാണെന്നറിയാം. എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് എല്ലാം റെക്കോർഡ് ചെയ്ത് ഇവരുടേത്. ഹലോ. ഇങ്ങനെ എന്തോ ഞാൻ ഇവരെ ഇടിച്ചെന്ന് പറയുക. അപ്പോൾ അവിടെയുള്ള ഈ നല്ലൂക്കാലയിൽ സൈഡിലുള്ളവർ എന്നെ വിളിച്ച് പറഞ്ഞു, മോളെ അവിടോട്ടെങ്കിലും പോലെ ഈ പെണ്ണുപിള്ള ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അവരുടെ ദേഹത്ത് പണ്ട് തൊട്ടേ നിങ്ങൾക്ക് അറിയത്തില്ലയോ ആമവാദം എന്തോ വാദമാണ് ചേച്ചി, ഏതാണ്ടൊക്കെയാന്ന് പറഞ്ഞുകൊണ്ട് നീരാ ഹെർണിയയാ മറ്റേതാ മറിച്ചേതാന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലയോ നടക്കുന്നത് ഇവര്. ഇവർക്ക് തലച്ചോറിന് കുഴപ്പം, ഇവർക്ക് ഇല്ലാത്ത കുഴപ്പമൊന്നുമില്ല. തലച്ചോറിന് കുഴപ്പം, നട്ടലിന് കുഴപ്പം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പിന്നെ എന്നൊക്കെ പറഞ്ഞ് ആമവാദം ഹെർണിയ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നടന്നേച്ച് നമ്മളവരെ ഇടിച്ചാ നീര് വന്നേന്ന് അവർ പറയുക കേട്ടോ.
അത് പറയാമോ? അവർ എന്നിട്ട് പോലീസിനെ വിളിച്ച് ഇവരെ ഈ പെൺപിള്ള പണ്ട് 2019 എന്തുവാ പോലീസിനെ വിളിച്ച് എന്തുവാ ഞാൻ ചെന്ന് അവരെ ഇടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ഉള്ള ആൾക്കാർ അവർക്കറിയാം നമ്മൾ അങ്ങനൊന്നും ചെയ്തില്ലെന്നേ, കണ്ടുകൊണ്ട് നിൽക്കുന്നവരുണ്ട്. അവർ പറഞ്ഞ് മോളിനി മേലെ അങ്ങോട്ടങ്ങ് പോലെ ഈ പെൺപിള്ളയ്ക്ക് ഭ്രാന്താന്ന്. അങ്ങനത്തെ പെൺപിള്ള ഇവള് മഹാകള്ളി. എന്നിട്ട് ഇവിടെ എൻ്റെ വീട്ടിൽ വന്നുകൊണ്ട് എൻ്റെ അച്ഛൻ്റെ ശത്രുക്കളെ എല്ലാം പിടിച്ചകത്ത് കയറ്റി വെച്ചേക്കുക. അങ്ങനെ ഭയങ്കര രോഗമാണ് ഇവർക്ക്. ഇവര് പിന്നെ എൻ്റെ സ്വത്ത് പിടിച്ച് പറിക്കാൻ നോക്കുക. ഇവർക്ക് എന്തോ രോഗമേ? എൻ്റെ വസ്തുവും വകയൊക്കെ ഇവർക്ക് ആരക്കാണ്ടൊക്കെ ഏതാണ്ടൊക്കെ ചെയ്യണം. ഇവരാണ് ഇവിടുത്തെ കാര്യം. എൻ്റെ അച്ഛനെ ഉണ്ടാക്കിയത് ഇവരുടെ ആരാ? എൻ്റെ അച്ഛന് ഈ പെൺപിള്ളയുടെ ഇതുപോലൊരു കെട്ട പെൺപിള്ളയില്ല ഇവരിങ്ങനെ അങ്ങ് നടക്കുകയായിരുന്നു ഉള്ള കാശിനെല്ലാം. ഇല്ല അവളെയൊന്നും ഇടവും കയറ്റത്തില്ല. അവളെയൊന്നും അവളെയൊന്നും ഇടവും കയറ്റത്തില്ല. കണ്ട് കെട്ടൊക്കെ ഇടുമ്പോൾ ഇതുപോലെ തന്നെ ഭർത്താവിനെ വക വെച്ച് വരുത്തിയേച്ച് നടക്കുന്നവളാണ് അവളും. അറിയത്തില്ലയോ അത്? ഇങ്ങനെ കുറേ എണ്ണം ഉണ്ട്. ആരാന്നറിയോ ഇവള് മഹാവല്ലാത്ത ഇവിടെയൊന്നും കയറ്റത്തില്ല. കെട്ടായിരുന്നു എങ്ങനെയെങ്കിലും എന്നെ ഇവള് ഒരിക്കൽ പറഞ്ഞത് ഈ പ്രീതായസ് പണിക്കർ എന്ന് പറഞ്ഞവൾ എന്തോ അനിയത്തി എന്ന് പറയുന്നവൾ എന്തോ ഇവളെ കൊല്ലണമെന്ന് എന്നോട് പറഞ്ഞതാ ഇവള്. എന്നുവെച്ചാൽ എന്നെ കൊല്ലണമെന്ന്. എന്നിട്ട് എന്തുവാ ഞാൻ ബന്ധം ഒഴിയാനായിട്ട് ഇങ്ങ് വന്ന് നിന്നപ്പോൾ ഇവള് ചോദിക്കുന്നത് ഇപ്പം നിന്റെ കൊച്ചു കോടീശ്വരിയാണോടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങ് പോകുന്നില്ലയോ ഞാൻ? അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള കറ്റ് ഉള്ള സ്വഭാവക്കാരി ഇവള്. നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളുടെ വീട്ടിൽ കയറിയെന്നോണ്ട് പറഞ്ഞില്ലേ നിങ്ങൾ അവരെ എല്ലാം പിടിച്ചു പറിച്ചെന്ന്? അതാ ഇവ രണ്ടും നുണയെ പറയത്തുള്ളൂ. ഇവള് പറയാ എല്ലാം നിങ്ങളെടുത്തെന്നാ. നിങ്ങളാണോ അവരുടെ എല്ലാം എടുത്തത്? ഇവളല്ല എടുത്തത് കേട്ടോ. മുച്ചൂടെ എടുത്തിട്ട് ഇവളിപ്പം നിങ്ങൾ ഇത് തന്നതിന് വല്ല തെളിവുണ്ടോന്ന് കാണിക്കാൻ ചോദിക്കാൻ വയ്യായിരുന്നോ? ഇവളാരാ മോളെന്നറിയോ? ഇങ്ങനെ എല്ലാം എടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കും ഇവളായ എല്ലാം വലിയ ഏതോ വലിയ കേമിയാന്നുള്ള വിചാരത്തിലാണ് ഇവള് നടക്കുന്നത് മുഴുവൻ. അയ്യോ അതെന്തൊരിതാ? അപ്പൊ അനാഥാലയത്തിൽ നിന്ന് വരുവാന്നാണോ പറഞ്ഞത് ഇവള്? അപ്പൊ എന്തൊരു കള്ളികളാ ഇവള്. അപ്പൊ എന്തൊരു കള്ളിയാ ഇവര്. ഇളയ മോള് അനിയത്തിയല്ലേ? ഇളയ മോള്. അതാ എന്തൊരു കള്ളത്തരവാ ഇവര് കാണിക്കുന്നത്. അപ്പൊ മുഴുവൻ കള്ളവാ എല്ലായിടവും വന്ന് കിടന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എന്തൊരു കള്ളിയാന്ന് നോക്കിക്കോണം. അപ്പൊ എന്തൊരു കള്ളത്തരമാന്ന് നിങ്ങൾ തന്നെ ആലോചിക്കണം. ഇവളുമാരെയൊക്കെ കള്ളത്തരം. എങ്ങനുണ്ട്? അപ്പൊ ഇവരറിഞ്ഞോണ്ട് അവിടെ നിർത്താൻ കൊണ്ടുവന്നതാണേ. അപ്പൊ ഇവളും കൂടെ അറിഞ്ഞോണ്ടുള്ള ഡ്രാമയാ അപ്പൊ ഇത് കേട്ടോ. ഇവളും കൂടെ അറിഞ്ഞോണ്ടുള്ള ഡ്രാമയ്ക്കാ. ഈ ഡ്രാമ എന്തുവായിരുന്നറിയാമോ? അവിടുന്ന് ഇറക്കി വിട്ടു എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് കയറി വരാമെന്നുള്ള ഡ്രാമയ്ക്കാണ് രണ്ടും കൂടെ വന്നത്. പക്ഷെ നടന്നില്ല. ഇവിടെ നിന്ന് ഓടിച്ച് ഇവളെ ഒരു മേലെ കയറ്റത്തില്ല ഇവളെ. ഇവിടെ ഇവള് കയറുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വേറെ ഏതാണ്ട് ആണുങ്ങളാ ഇവിടെ ഉള്ളതെന്നുള്ളതിന് എഡിറ്റിങ്ങും എന്തോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നൊക്കെ പറഞ്ഞ് AI ഒക്കെ ഉണ്ടല്ലോ. അതുപോലെ നമ്മുടെ കൂടെ ഏതാണ്ട് ആണുങ്ങളാണ് ഇവിടെ ജീവിക്കുന്നത്. ഞാനും എന്തുവാ ഏതാണ്ട് ഒരു കൊച്ചും ഏതോ ഒരുത്തനും കൊച്ചും ഞാനും കൂടെ ജീവിക്കുന്നതെന്നൊക്കെ കഥയുണ്ടാക്കി ഇവളുമാർക്ക് കാശടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുക കണ്ടോ. അവള് വന്ന് അവളാ പ്രീതയെന്ന് പറയുന്നവളാന്ന് പോലും പറയാതെ എന്തോ അനാഥാലയത്തിൽ നിന്നുള്ളവർ വന്നാ കൊണ്ടുവിട്ടേന്നല്ലയോ കള്ളി പറഞ്ഞത്. ഇതുപോലെ കള്ളിയാ. ഇപ്പോഴാണ് നമ്മളിത് അറിയുന്നത്. ഇവള് ഇതുപോലെ കള്ളിയാ. ഇവള് എന്തും ഇതുപോലെ ഈ രാജമ്മയുടെ കൂട്ട് തന്നെ ആളുകളെ വകവരുത്താനായിട്ട് നടക്കുക ഈ പ്രീതയെന്ന് പറയുന്നവള്. വിശ്വസിക്കല്ലേ. ഇനി മേലെ കയറ്റരുത് കേട്ടോ. ഇവരെ വിളിക്കുവോ നിങ്ങളുടെ നാത്തൂനെ? നിങ്ങളുടെ നാത്തൂനോട് പറയണേ നിങ്ങളുടെ നാത്തൂനോട് പറയണേ ഇവിടെ ഫോൺ എടുക്കരുതെന്ന്. ഇവിടെ ഫോൺ എടുക്കരുതെന്ന് പറയണം. അപ്പൊ ഇങ്ങനത്തെ കള്ളത്തരമാണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായല്ലോ കള്ളിയാണെന്നുള്ളത്. അതാ
ആ